ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം. ഭക്തന് ഭഗവത് പ്രസാദത്തിന്റെ പാലാഴിയും ചരിത്രകാരന് സമുജ്വല ചരിത്ര മുഹൂർത്തങ്ങളുടെ സുവർണ സാക്ഷിയും വാസ്തുശില്പിക്ക് കാലാതീതമായ കരവിരുതിൻ്റെ അഭൗമ മാതൃകയും ചിത്രകാരന് അപൂർവ സുന്ദരങ്ങളായ ചുവർചിത്രങ്ങളുടെ അനുപമ ശേഖരവും കലാകുതുകിക്ക് നാദബ്രഹ്മമയിയായ സാക്ഷാൽ സരസ്വതീദേവിയുടെ മാണിക്യവീണയും സത്യാന്വേഷിക്ക് പ്രപഞ്ചരഹസ്യങ്ങളുടെ നിഗൂഢ വ്യാഖ്യാനവുമായി വിളങ്ങുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ കഥയാണിത്. ഈ ശില്പഗോപുരങ്ങൾ ഒരിക്കൽ ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ കീർത്തിസ്തംഭങ്ങളായിരുന്നു. പന്നകേന്ദ്ര ശയനനായി ഇവിടെ പള്ളികൊണ്ട ദേവാധിദേവൻ അതിൻ്റെ അധിനായകനും അഷ്ട ഐശ്വര്യങ്ങളും സിംഹാസനം തന്നെയും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ഇവിടം വാണ രാജപരമ്പര ചരിത്രത്തിൻ്റെ ഏടുകളിൽ പത്മനാഭദാസന്മാർ എന്ന് പ്രകീർത്തിതരായി. ഈ പുണ്യസങ്കേതത്തിൻ്റെ അത്ഭുത ചരിതങ്ങൾ കേട്ടുകൊണ്ടാണ് പോയ തലമുറയിലെ ഒട്ടുമിക്ക പേരും വളർന്നത് തന്നെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആ നാമം പറയുമ്പോൾ അതിനോടുകൂടി ഓർമ്മ വരുന്നത് ഞങ്ങളുടെ അമ്മാവനും എല്ലാമെല്ലാമായിരുന്ന ശ്രീ ചിത്രതിരുനാൾ രാമവർമ്മ തിരുമനസിനെ പറ്റിയാണ്. കുട്ടികളായിരുന്നപ്പോഴേ എൻ്റെ ജ്യേഷ്ഠത്തി പൂതിരുനാളിനോടും അനിയൻ മൂലതിരുനാളിനോടും എന്നോടും പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ, ഈ കാണുന്ന പലതും പോകും, ഇതൊന്നും ശാശ്വതമല്ല, പക്ഷേ നമുക്കൊരു വലിയ സ്വത്തുണ്ട്, ഒരു നിധിയുണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചാൽ, അത് നിങ്ങളെ കൈവിടാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് അമ്മാവൻ പറയുന്നത് മനസ്സിലാവാതെ അമ്മാവൻ്റെയൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അമ്മാവ് അത് കവടിയാറാണോ, നമ്മുടെ കാറുകളാണോ, ഇങ്ങനെ പലതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വല്യമ്പരാൻ അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊന്നുമല്ല, ശ്രീ പത്മനാഭസ്വാമി അമ്പലം. തിരുവിതാംകൂർ രാജകുടുംബവും ഭാരതത്തിലെ 108 പ്രമുഖ വൈഷ്ണവ ആരാധനാലയങ്ങളിൽ ഒന്നായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള വൈകാരിക ബന്ധം ഭക്തിപാരവശ്യത്താൽ ആത്മഹർഷമുണർത്തുന്നതത്രേ. ചരിത്രവും ഐതിഹ്യ കൽപ്പനകളും ഊടും പാവും നെയ്തതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി ചരിതം. ബിൽവമംഗലം സ്വാമികൾക്ക് തൻ്റെ പൂജാവേളകളിൽ ഒരു ദിവ്യ ശിശു പ്രത്യക്ഷമാകുമായിരുന്നത്രേ. ഒരിക്കൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാളഗ്രാമമെടുത്ത് വിഴുങ്ങാനാഞ്ഞ ശിശുവിനെ സ്വാമികൾ പുറം കൈകൊണ്ട് തട്ടിമാറ്റി. ശിശു പിണങ്ങി അപ്രത്യക്ഷനായി. അവനെ തേടി അലഞ്ഞ സ്വാമി ഒടുവിൽ ദക്ഷിണ കേരളത്തിൽ എത്തിച്ചേർന്നു. ഒരു പുലയ സ്ത്രീ, കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്നെ അനന്തൻ കാട്ടിലെറിയുമെന്ന് തൻ്റെ കുഞ്ഞിനെ ശാസിക്കുന്നത് സ്വാമികൾ കേട്ടു. അവർ നൽകിയ ദീപവുമായി കടന്ന സ്വാമി അവിടെ തൻ്റെ വത്സല ശിശുവിൻ്റെ കാൽത്തളനാദം കേട്ട് ആനന്ദബാഷ്പം തൂകി. ഒരു കൂറ്റൻ ഇലുപ്പമരം ഘോരശബ്ദത്തോടെ നിലംപതിക്കുകയും തൃപ്പാപ്പൂർ മുതൽ തിരുവല്ലം വരെ 18 യോജന നീളത്തിൽ അനന്തശയന രൂപം അദ്ദേഹത്തിന് ദൃശ്യമാവുകയും ചെയ്തു. ഭക്തിപരവശനായ വില്ലുമംഗലം സമീപത്തെ മാവിൽ നിന്ന് പറിച്ചെടുത്ത കണ്ണിമാങ്ങ ഭഗവാന് ചിരട്ടയിൽ നിവേദിച്ചു.
ദിവാകരമുനി എന്ന ഒരു തുളു ബ്രാഹ്മണന്റെ നാമത്തിലും ഇതേ കഥ തന്നെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അയിത്തം നിലനിന്നിരുന്ന കാലത്തെ മറ്റൊരു ഐതിഹ്യ കഥ. കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിശുവിനെ സമീപവാസിയായ ഒരു പുലേ സ്ത്രീ എടുത്തു വളർത്തി. 1.5 വയസ്സുള്ളപ്പോൾ ശിശു ആകാശത്തേക്കുയർന്ന് ഒരു ജ്യോതിസായി മാറി നിർമ്മാണത്തിലിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് മറഞ്ഞത്രേ. ഈ പുലേ സ്ത്രീയുടെ കുടിലിൽ നിന്ന് കൊണ്ടുവന്ന തീജ്വാലയിൽ നിന്നായിരുന്നു ശ്രീകോവിലിലെ ആദ്യത്തെ ദീപം കൊളുത്തിയതത്രേ. ഇന്ന് നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തായിരുന്നു പണ്ടത്തെ അനന്തൻകാടെന്നാണ് വിശ്വാസം. ചരിത്രത്തിന്റെ തിരുവെഴുത്തുകൾ പതിഞ്ഞ തിരുവനന്തപുരം, സ്യാനന്തൂരപുരം, ആനന്ദപുരി, അനന്തപുരി, അനന്തശയന നഗരി എന്നിങ്ങനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നാമങ്ങളിലൂടെയാണ് ഈ പൗരാണിക നഗരി അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ജനപഥങ്ങളിൽ ഒന്നാണിതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ശ്രീപത്മനാഭന്റെ പൂജാപുഷ്പങ്ങൾ വിടർന്ന സുഗന്ധോദ്യാനങ്ങളാൽ സുന്ദരമായിരുന്നു ഒരിക്കലിവിടം. 4 ചുറ്റിയ കോട്ടമതിലിനുള്ളിൽ യുഗങ്ങളുടെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷിയായി ഈ മഹാക്ഷേത്രം നിലകൊണ്ടു. കണ്ണെത്താ ദൂരത്തോളം മരതക കാന്തി ചുരിഞ്ഞ നെൽപ്പാടങ്ങൾ, ഇന്നത്തെ പുത്തരിക്കണ്ടം അന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി പുന്നല്ലി വിളഞ്ഞിരുന്ന വൻ പാടശേഖരമായിരുന്നു. കോട്ടയ്ക്കകം എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. AD 1749 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ കോട്ടമതിലുകൾ നിർമ്മിച്ചത്. പ്രാചീന സ്മരണകൾ ഉണർത്തുന്ന കിള്ളിയാറ്റിലെ മരുതൻകുഴി അണക്കെട്ട്, ഇവിടെ നിന്നും കൊച്ചാർ എന്നറിയപ്പെട്ടിരുന്ന കൃത്രിമ തോട്ടിലൂടെ ഇടപ്പഴിഞ്ഞ് വഴിയായിരുന്നു പത്മതീർത്ഥത്തിനു വേണ്ട ശുദ്ധജലം എത്തിച്ചിരുന്നത്. ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട കൃത്യസമയം വ്യക്തമല്ലെങ്കിലും ക്ഷേത്രത്തിന്റെ പൗരാണികത്വം സൂചിപ്പിക്കുന്ന ഒട്ടേറെ രേഖകൾ ലഭ്യമാണ്. ക്രിസ്തുവിന് യുഗങ്ങൾക്ക് മുൻപും ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങളിലും ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാമെന്ന് ഡോക്ടർ AG മേനോൻ ചൂണ്ടിക്കാണിക്കുന്നു. പല പുരാണങ്ങളിലും മഹാപുരാണങ്ങളിലും ഈ ക്ഷേത്രത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മപുരാണം, സ്കന്ദപുരാണം, വരാഹപുരാണം, ഇങ്ങനെ പറഞ്ഞ് പല പുരാണങ്ങളിലും. ബ്രഹ്മാണ്ഡ പുരാണം സ്യാനന്തൂരപുരത്തെയും അവിടുത്തെ ദേവനായ സ്യാനന്തൂരപുരേശനെയും ആവർത്തിച്ചു പരാമർശിക്കുന്നു. AD 1168 സ്യാനന്തൂര പുരാണ സമുച്ചയം പുഷ്കരം കൃതയുഗത്തിലും നൈമിശാരണ്യം ത്രേതായുഗത്തിലും കുരുക്ഷേത്രം ദ്വാപരയുഗത്തിലും സ്യാനന്തൂരം കലിയുഗത്തിലും പവിത്രമായിരുന്നു എന്ന് പ്രകീർത്തിക്കുന്നു. സ്യാനന്തൂര പുരുഷനെ ദിവാകരമുനി പ്രതിഷ്ഠിച്ചത് കലിവർഷത്തിലെ 950 ദിവസമായിരുന്നുവെന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പുരാവൃത്തവും തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യ ബന്ധമാണുള്ളത്. വേണാട്, വഞ്ചിവംശം, തൃപ്പാപ്പൂർ സ്വരൂപം എന്നിങ്ങനെ പല പേരുകളിലായിരുന്നു ഈ രാജവംശം അറിയപ്പെട്ടിരുന്നതെന്ന് ശങ്കുണ്ണി മേനോൻ വെളിപ്പെടുത്തുന്നു. ചേരന്മാരാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പൂർവികന്മാർ. ക്രിസ്തുവിനു മുൻപ് 3 നൂറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച ആയി വംശജർ ക്രമേണ ചേരന്മാരുമായി സംയോജിക്കുകയായിരുന്നു. ആനയായിരുന്നു ആയികളുടെ ചിഹ്നം. ഇത് ശംഖോടുകൂടി തിരുവിതാംകൂറിന്റെ ആസ്ഥാന ചിഹ്നമായി രാജഭരണം അവസാനിക്കുന്നതുവരെ തുടർന്നു. ശ്രീകൃഷ്ണന്റെ ചന്ദ്രവംശത്തിൽപ്പെട്ട യദുകുല ക്ഷത്രിയരായിരുന്നു അത്രേ വേണാട്ടരജന്മാർ. ഈ കൃഷ്ണവംശജർ കുറെ പേര്, ഒരു 1072 കുടുംബങ്ങൾ ഒരു കൃഷ്ണവിഗ്രഹവും ഒരു സാളുഗ്രാമവും കൊണ്ട് ഗുജറാത്തിൽ വന്ന് താമസം ഏൽപ്പിച്ചു. അവിടെ താമസിച്ചു. അവിടെ ഒരു ചെറിയ അമ്പലം കെട്ടി ആ വിഗ്രഹത്തിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് എന്നും അവിടെ ദുരിതവും മനപ്രയാസവും അല്ലാതെ അവർക്ക് ഒരു സമാധാനമില്ലാതെയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ 72 പേരൊരു ക്ലാനാണ്. അപ്പോൾ ഈ ക്ലാനിൻ്റെ തലവാനായിട്ടുള്ള ആളാണ് കൃഷ്ണവർമ്മൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി. അതിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സമാധാനവും കിട്ടുകയില്ല. ആയതിനാൽ തെക്കോട്ട് പോവുക, അനന്തശയന നഗരിയിലേക്ക് പോവുക, ഞാൻ അവിടെ നിങ്ങളെ കാത്തിരിക്കും. അപ്പോൾ ഇവർക്ക് അനന്തശയന നഗരി എവിടെയാണെന്ന് അറിയാൻ വയ്യ. എന്നാലും തെക്കോട്ടെന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടിയപ്പോൾ രാവിലെ കൃഷ്ണവർമ്മൻ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സ്വപ്നത്തിലൂടെ ഭഗവാൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പുറപ്പെടുകയാണ്. എൻ്റെ കൂടെ വരാൻ ഇഷ്ടമുള്ളവർക്ക് വരാം. അപ്പോൾ 72 കുടുംബങ്ങളും
അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. അപ്പോൾ അവരെ കൃഷ്ണവിഗ്രഹം അവിടെ വിട്ടിട്ട് പോകാനൊക്കാത്തതുകൊണ്ട് ആ വിഗ്രഹത്തിന് അമ്പലത്തിൽ നിന്ന് ഇളക്കി മാറ്റി ആ വിഗ്രഹവും ഒരു സാളിഗ്രാമവും ആ സാളിഗ്രാമവുമായിട്ട് അവർ വരികയാണ്. അവരിങ്ങനെ ചോദിച്ച് ഫൈനലി അനന്തശയന നഗരി എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ പഴയ പേരാണല്ലോ, പല പഴയ പേരുകളിലും ഒന്ന് സ്യാനന്തപുരപുരി എന്നാണ് ഏറ്റവും പഴയുള്ള സംസ്കൃത നാമം, സ്യാനന്തപുരപുരി എന്നാണ്. അപ്പോൾ അനന്തശയന നഗരി തിരുവനന്തപുരമാണ്, ഇവിടെ വന്ന് ചേരുകയാണ്. ഇതിനെപ്പറ്റി കഥ മാത്രമല്ല, ഹിസ്റ്ററി ഓൾസോ, ഹിസ്റ്ററിയിലും ചരിത്രത്തിലും ഇത് ഈ ഒരു ഇൻഫ്ലക്സ് ഓഫ് ദ കൃഷ്ണ കൾട്ട് എന്നാണ് പറയുന്നത്, ഗുജറാത്തിൽ നിന്നും. അത് സർ ചാൾസ് മലോറി തുടങ്ങിയവരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് വന്ന കൃഷ്ണവകക്കാർ എന്ന ഒരു വിഭാഗം ആളുകൾ തിരുവനന്തപുരം, പത്മനാഭപുരം, തിരുവട്ടാർ എന്നീ പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു. അവരുടെ ആരാധനാമൂർത്തിയായി അവർ സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുവട്ടാറിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവട്ടാർ ആദികേശവസ്വാമി ക്ഷേത്രം എന്നത് പറയും. അയ്യനടികൾ തിരുവടികൾ എന്ന വേണാട്ട് രാജാവാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. കാലാന്തരത്തിലെ വേണാട്ടിലെ രാജവംശം തിരുവനന്തപുരത്തേക്ക് ആസ്ഥാനം മാറ്റിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കൂടുതൽ പ്രാധാന്യം വരികയും അത് ആരാധനാ സങ്കേതമാക്കി മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും തിരുവട്ടാർ ആദികേശവസ്വാമി ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ആ സാദൃശ്യം, ഇത് രണ്ടും വേണാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാന ദൈവങ്ങളാണ് എന്നുള്ളതിന് തെളിവാണ്. വേണാട്ടിലെ രാജാക്കന്മാർ രാജവംശം തിരുവട്ടാറ്റ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ടെമ്പിൾ മാനുവലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവട്ടാറ്റ് നിന്ന് ഈ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്നതുപോലെ തന്നെ തിരുവട്ടാർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും വേണാട്ടിലെ രാജാക്കന്മാർ പ്രത്യേകം നിഷ്കർഷ പുലർത്തിയിരുന്നു. അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെ നടത്തിയിരുന്നു. മാത്രമല്ല, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് പടിയും പടിയേറ്റവും എന്ന ചടങ്ങ് ആദ്യം തിരുവട്ടാർ ക്ഷേത്രത്തിലും അനന്തരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമാണ് നടത്തിയിരുന്നത്. അതിന് തിരുവട്ടാർ ക്ഷേത്രത്തിലെ നിരവധി രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു. തിരുവട്ടാർ കേന്ദ്രമാക്കി താമസിച്ചിരുന്ന ആളുകളുടെയും രാജാക്കന്മാരുടെയും തിരുവനന്തപുരം കേന്ദ്രമാക്കി താമസമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും പേരുകളിലും അവരുടെ സ്ഥാനമാനങ്ങളിലും അവർ സ്വീകരിച്ചിരുന്ന ബഹുമതികളിലും കാണുന്ന ഐകരൂപ്യം ഇവർ രണ്ടു കൂട്ടരും ഒരു വംശത്തിൽപ്പെട്ടവരാണെന്നുള്ളതിന് തെളിവാണ്. എന്നാൽ ആയികൾക്കും ചേരന്മാർക്കും ഈ ക്ഷേത്രത്തോടുണ്ടായിരുന്ന തീവ്രഭക്തി ചോളന്മാർക്കുണ്ടായിരുന്നില്ല. അവരിലൊരാൾ പട നയിച്ച് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തു വരെ വന്നെങ്കിലും സ്വർണ്ണ വിളക്കുകൾ നടക്കി വെച്ച് മടങ്ങുകയാണുണ്ടായതെന്ന് പറയപ്പെടുന്നു. AD 1050 രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ഭാസ്കര രവിവർമ്മ മൂന്നാമൻ ക്ഷേത്രത്തിലെ ആദ്യ നവീകരണം നടത്തി. അന്ന് രൂപവൽക്കരിച്ച സമിതിയാണ് എട്ടര യോഗത്തിന്റെ പൂർവ്വ മാതൃകയെന്ന് ഡോക്ടർ VS ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നു. പ്രൊഫസർ A ശ്രീധരമേനോൻ തന്റെ ഗ്രന്ഥത്തിൽ AD 1090 മുതൽ 1102 വരെ രാജ്യം ഭരിച്ച രാമവർമ്മ കുലശേഖരനാണ് ഹിരണ്യഗർഭവും തുലാപുരുഷദാനവും നടത്തി കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യത്തെ വേണാട്ട് രാജാവെന്ന് വെളിപ്പെടുത്തുന്നു. ഈ സ്ഥാനപ്പേർ അവസാനത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരെ തുടർന്നു പോന്നു. ഈ അനുഷ്ഠാനങ്ങൾ അവയുടെ ബൃഹത് സ്വഭാവം കൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണ് നടന്നിരിക്കുകയെന്ന് ചിന്തിക്കുക യുക്തിസഹം മാത്രം. AD 1168 വേണാട്ടിലെ വീര ആദിത്യവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന മിത്രാനന്തപുരം ക്ഷേത്രത്തിന് നിർലോഭമായ സംഭാവനകൾ നൽകി. രാജാവിനു വേണ്ടി ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മിത്രാനന്തപുരം മഠത്തിൽ താമ്രശാസനം സ്ഥാപിക്കുകയും കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഒരു ശുഭകരൻ മണിയനാണെന്ന് പറയപ്പെടുന്നു. AD 1200 തിരുവല്ലം ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധീനതയിലായി. അവിടുത്തെ പുണ്യനദിയും ആ പിതൃതീർത്ഥവും ക്ഷേത്രത്തിൻ്റെ ഭരണത്തിന് കീഴിലായി. ഈ പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ് ആദിശങ്കരൻ തൻ്റെ മാതാവിൻ്റെ ബലിതർപ്പണം നടത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവല്ലം ക്ഷേത്രവും പാപ്പനംകോട്ടടുത്തുള്ള അരകത്ത് ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. തിരുവല്ലത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒപ്പം അരകത്തും പ്രതിഷ്ഠ നടത്തിയത് വില്ലുമംഗലത്ത് സ്വാമിയാരാണെന്നാണ് വിശ്വാസം. അതിനൊരു തെളിവ് ഈ 3 ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നത് ഒരേ കാലയളവിലാണ്. ഈ രാജവംശത്തിലെ
പല തായ് വഴികൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ജീവിച്ച് അഭിവൃദ്ധിപ്പെട്ടു പോന്നിരുന്നു. വേണാട്, ദേശിംഗനാട്, തൃപ്പാപ്പൂർ, ചിറവായി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള രാജാവിനെ തൃപ്പാപ്പൂർ മൂപ്പനെന്നും ഭരണത്തിൻ്റെ ചുമതലയുള്ള രാജാവിനെ ചിറവായി മൂപ്പൻ എന്നും അറിയപ്പെട്ടിരുന്നു. എന്തായാലും ഈ പേരുകൾ ചേര, ആയ് രാജവംശങ്ങളുടെ കൂടിച്ചേരലിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. 15-ാം നൂറ്റാണ്ടോടുകൂടി തൃപ്പാപ്പൂർ മൂപ്പൻ തിരുവിതാംകോട്ടേക്ക് താമസം മാറ്റി. ഈ സമയത്ത് കൽക്കുളത്തുള്ള ദർപ്പക്കുളങ്ങര ഈ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരവും പരിസരവും പുതുക്കി പണിഞ്ഞത്. തങ്ങളുടെ കുലദേവതയായ ശ്രീ പത്മനാഭനോടുള്ള ആദരസൂചകമായി ഈ പ്രദേശത്തിന് പത്മനാഭപുരം എന്ന് അദ്ദേഹം നാമകരണം നൽകി. ഈ പത്മനാഭപുരത്ത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ആ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രത്യേകത രാമായണം മൊത്തം തടിയിൽ കൊത്തിയ ക്ഷേത്രമാണ്. ഇന്നും അവിടെ പോകുന്നവർക്ക് അത് കാണാം. 18-ാം നൂറ്റാണ്ടോടുകൂടി ഈ രാജവംശത്തിൻ്റെ തലസ്ഥാനം ധർമ്മരാജാവിൻ്റെ കാലത്ത് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറി. പോയ കാലത്തിന്റെ തമ്പേറടികൾ മുഴങ്ങുന്ന പത്മനാഭപുരം, കിഴക്കു വേളിമലയും പടിഞ്ഞാറു വള്ളിയാറും അതിരിടുന്ന ഒരു കൊച്ചു പട്ടണമാണിത്. ആദിനാരായണനും ലോകത്രയാശ്രയനുമായി അകലെ അനന്തപുരിയിൽ പള്ളികൊള്ളുന്ന സാക്ഷാൽ ശ്രീപത്മനാഭനും ഈ മണ്ണുമായുള്ള നാഭീബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കൽക്കുളം എന്നായിരുന്നു നാഞ്ചിനാട്ടിലെ ഈ പ്രദേശം ഒരിക്കൽ അറിയപ്പെട്ടിരുന്നത്. 186 ഏക്കർ വിസ്തീർണമുള്ള ഒരു കരിങ്കൽ കോട്ടയ്ക്കുള്ളിൽ 7 ഏക്കറോളം സ്ഥലത്ത് തിരുവിതാംകൂറിന്റെ ആ രാജകീയ സ്ഥാനം നിലകൊണ്ടു. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് ദർപ്പക്കുളങ്ങര കൊട്ടാരം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. ഇഷ്ടദേവോപാസനയിൽ ഒരിക്കലും തൃപ്തി വരാത്ത മനസ്സായിരുന്നു മാർത്താണ്ഡവർമ്മയുടേത്. കൽക്കുളത്തെയും ദർപ്പക്കുളങ്ങര കൊട്ടാരത്തെയും ശ്രീപത്മനാഭന് കാണിക്ക അർപ്പിക്കുവാൻ ആ സ്വാമി ഭക്തൻ അഭിലഷിച്ചു. കൽക്കുളത്തെ തന്റെ കൊട്ടാരത്തിൽ ഉപ്പിരിക്കം മാളിക എന്ന പേരിൽ 3ാമതൊരു തട്ട 1744 അദ്ദേഹം നിർമ്മിക്കുകയും കോട്ടയും കൊട്ടാരവും ശ്രീപത്മനാഭന് സമർപ്പിക്കുകയും ചെയ്തു. പത്മനാഭന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടേതു മർത്യനുച്ചരിക്കുമോ മാധവനെന്ന നാമം. അവന്റെ പാപമെല്ലാം തൽക്ഷണം നശിച്ചിടും. അതിനാൽ ഭഗവാന് വിശ്രമിക്കുവാനെന്ന സങ്കല്പത്തിൽ 64 ഔഷധ വൃക്ഷത്തടികൾ കൂട്ടിച്ചേർത്ത് അതിവിചിത്രമായ ഒരു മഞ്ചവും അദ്ദേഹം പണിതീർപ്പിച്ചു. ഭാഗ്യം നേടുവാൻ സാധ്യമാകുന്നോർക്കേറ്റം അതിന്മേൽ ഇരിക്കുവാനോ അത് സ്പർശിക്കുവാനോ ആരെയും അനുവദിച്ചിരുന്നില്ല. തന്റെ ആത്മസമർപ്പണത്തിന്റെ ഓർമ്മയ്ക്കായി ഉപ്പിരിക്കം മാളികയിൽ ഒരു കെടാവിളക്കും അദ്ദേഹം സ്ഥാപിച്ചു. മുൻപിൽ പ്രണമിച്ചുകൊണ്ടേതു മർത്യനുച്ചരിക്കുമോ മാധവനെന്ന നാമം. അവന്റെ പാപമെല്ലാം കൽക്കുളങ്ങര എന്ന പ്രദേശത്തിനും മഹാരാജാവ് താമസിച്ചു വന്നിരുന്ന ദർപ്പക്കുളങ്ങര കൊട്ടാരത്തിനും തന്റെ ആരാധ്യദേവന്റെ നാമം നൽകി അദ്ദേഹം ശ്രീപത്മനാഭ സങ്കേതമാക്കി മാറ്റി. അന്നു മുതൽ അവ പത്മനാഭപുരമെന്നും പത്മനാഭപുരം കൊട്ടാരം എന്നും അറിയപ്പെട്ടു തുടങ്ങി. കൊട്ടാരത്തിലെ ശില്പസുഭഗമായ നവരാത്രി മണ്ഡപം. സ്വാതി തിരുനാളാണ് ഇത് പണിതീർത്തത്. ജനനീ മാമവമേ
ജനനീ മാമവമേ ഭാരതി ജയ ജനനീ മാമവമേ ഭാരതി ജയ ജനനീ മാമവമേ. കൗതുകകരമായ കൊത്തുപണികളോടുകൂടിയ തായ് കൊട്ടാരമാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതി. തായ് കൊട്ടാരത്തിലെ 2 നൂറ്റാണ്ട് പഴക്കമുള്ള നാഴികമണി ഇന്നും കൃത്യസമയം കുറിക്കുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ചാരോട്ട് കൊട്ടാരത്തിലേക്ക് പോകുവാൻ ഒരു ഭൂഗർഭ മാർഗം നിർമ്മിച്ചിരുന്നു. ഒരാൾക്ക് നിവർന്നു പോകാൻ കഴിയുന്ന ഈ ഗുഹാമാർഗം വള്ളിയാറിനടിയിൽ കൂടിയാണത്രേ കടന്നു പോകുന്നത്. എന്നാൽ ചാരോട്ട് കൊട്ടാരം നശിച്ചുപോയതോടെ ഈ ഗുഹാമാർഗം ചുവർ കെട്ടി അടച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ ചരിത്രത്തിന്റെ തന്നെ നായകസ്ഥാനം വഹിക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂതകാലം പോലെ പലതും അവ്യക്തമാക്കിക്കൊണ്ട്. തന്റെ പരദേവതയായ ശ്രീപത്മനാഭനോടുള്ള അനിഴം തിരുനാളിന്റെ ആത്മസമർപ്പണത്തിന്റെ അനശ്വര സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം ഇന്നും അനേകായിരങ്ങളെ ആകർഷിച്ചു വരുന്നു.